വയനാട് കുറുക്കൻമൂലയിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയ്ക്കായി തെരച്ചിൽ ഇന്നും തുടരും. പയ്യമ്പള്ളി, കൊയിലേരി മേഖലകളിൽ കടുവയുണ്ടെന്നാണ് നിഗമനം. കുറുക്കൻമൂലയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളും കൂടുകളും മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികളും ഇന്നുണ്ടാകും. കുറുക്കൻമൂലയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. വിപിൻ, ഇന്നലെയും ക്യാമറയിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പെട്ടിരുന്നു. അതായത് കടുവയുള്ള മേഖല മനസ്സിലാവുന്നുണ്ട്, പക്ഷേ കൃത്യമായി കടുവയെ പിടികൂടാനുള്ള നീക്കങ്ങളിലേക്ക് എത്താൻ കഴിയുന്നുമില്ല. നാട്ടുകാരുടെ ഭാഗത്താണെങ്കിൽ ഭീതിയിൽ നിന്നുണ്ടാകുന്ന വലിയ ആശങ്കയുണ്ട്. അതൊരു സംഘർഷമായി മാറുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഇന്നലെ രാത്രിയിലെ അവസ്ഥ? വിപിൻ, കേൾക്കാമോ? വിപിനിലേക്ക് എത്താം. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ടെലിഫോൺ ലൈൻ കട്ടാണെന്ന് തോന്നുന്നു. വിപിനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. വയനാട് കുറുക്കൻമൂലയിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി വളർത്തു മൃഗങ്ങളെ കൊന്ന കടുവയ്ക്കായി തെരച്ചിൽ ഇന്നും തുടരുകയാണ്. കഴിഞ്ഞ 10-18 ദിവസങ്ങളായി ആ മേഖലയിൽ ഈ ആശങ്ക നിലനിൽക്കുകയാണ്. ഇപ്പോൾ പയ്യമ്പള്ളി, കൊയിലേരി മേഖലയിൽ ഈ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന നിഗമനത്തിലാണ് തെരച്ചിൽ നടത്തുന്നത്. നേരത്തെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളും കൂടുകളും ഒക്കെ ഈ മേഖലയിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. വിപിൻ സി വിജയൻ ഇപ്പോൾ ലൈനിലുണ്ട്. വിപിൻ, ഇന്നലെ രാത്രിയിലെ അവസ്ഥ എന്താണ്? ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷമൊക്കെയായിരുന്നു ഇന്നലെ പകൽ അവിടെ കണ്ടത്. നിരീക്ഷണ ക്യാമറയിൽ രാത്രി വീണ്ടും ഈ കടുവ കുടുങ്ങുകയും ചെയ്തു. അപ്പോൾ ആ മേഖല മനസ്സിലാവുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ സംഘത്തിന് മുന്നിലുള്ള തടസ്സങ്ങൾ? ശ്രീജ, ഈ ഒരു പ്രദേശത്ത് വലിയ തോതിൽ തന്നെ ഒരു ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രദേശത്തേക്ക് വരുന്നത്. അതിനുശേഷം തന്നെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആരും തന്നെ പുറത്തിറങ്ങുന്നില്ല. ഇവരുടെ ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ നിർദ്ദേശങ്ങൾ അതുപോലെ പാലിച്ചുകൊണ്ട് 6 മണിയാകുമ്പോഴേക്കും തന്നെ വീട്ടിലേക്ക് എത്തുന്നു. എല്ലായിടത്തും ഒരു പ്രാണഭയം മാത്രം കാണാൻ കഴിയുന്ന അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇതൊക്കെ പുലർച്ചെ തന്നെ ഉണരുന്ന ഗ്രാമങ്ങളാണ്. പക്ഷേ ഇപ്പോൾ 7 മണിയാവുമ്പോൾ കടകളൊക്കെ തുറന്നു തുടങ്ങുന്നേ ഉള്ളൂ. വെളിച്ചമാകാതെ ആരും തന്നെ പുറത്തേക്ക് വരുന്നില്ല, പള്ളിയിലേക്ക് പോകുന്നില്ല, സൊസൈറ്റിയിലേക്ക് പാല് കൊടുക്കാൻ പോകുന്നില്ല, വളർത്തു മൃഗങ്ങളെ സംരക്ഷിക്കാൻ പാടുപെടുകയാണ്. ഈ ഒരു ഗുരുതരമായ സാഹചര്യമാണ് ഈ പ്രദേശത്ത് ആകെ നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ 20ാമത്തെ ദിവസമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ തിരച്ചിരുന്നു. ഒപ്പം തന്നെ ഈ നാട്ടുകാർ പല പല ഭാഗങ്ങളിലായി തിരയുന്നു. ഈ കാടിനോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു ഇതുവരെ കടുവ ഉണ്ടായിരുന്നെങ്കിൽ അത് കൃത്യമായ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗുരുതരമായൊരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം 7 കിലോമീറ്ററെങ്കിലും ഇപ്പുറത്തേക്ക് മാറിയിട്ടുള്ള ഈ പയ്യമ്പള്ളി, അതുപോലെ തന്നെ കൊയിലേറി ഭാഗങ്ങളിലാണ്, അവിടുത്തെ കാപ്പിത്തോട്ടങ്ങളിൽ എവിടെയൊക്കെയോ ഒളിച്ചിരിക്കുകയാണ് കടുവ എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ്, ഈ നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും വിലയിരുത്തുന്നത്. അതിനനുസരിച്ചുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇന്നും തുടരുക. 5 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അടുത്തേക്കൊക്കെ ഈ കടുവ എത്തുന്നുണ്ടെങ്കിൽ പോലും ഇത് കുടുങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു അവസ്ഥ. ഇപ്പോൾ 30 മണിക്കൂർ മുൻപാണ് അവസാന CCTVയിൽ ഈ കടുവയെ കണ്ടത്. നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. അത് ഈ പയ്യമ്പള്ളി, ഞാൻ ഈ നിൽക്കുന്ന പയ്യമ്പള്ളിക്ക് അടുത്തുള്ള ഭാഗത്തായി ആണ്. ഇപ്പോൾ പൊതുപ്രവർത്തകരായിട്ടുള്ള നിശാന്ത് കൂടെ ചേരുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ മൊത്തത്തിൽ ഒരു സാഹചര്യം? ഇന്നിപ്പോൾ 20 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. തിരച്ചിൽ തുടരുന്നു. കൂടുതൽ ജനവാസ മേഖലയിലേക്ക് കടുവ എത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 20 ദിവസങ്ങളായി ഉറക്കമില്ലാത്ത അസ്വസ്ഥത നിറഞ്ഞ രാവുകളും പകലുകളുമാണ് ഈ ജനതയെ സംബന്ധിച്ച്. വയനാട്ടിലെ ഏറ്റവും വലിയ കുടിയേറ്റ മേഖലയിലാണ് കുടിയേറ്റ ജനവിഭാഗവും മറ്റിതര ജനവിഭാഗവും കാടിൻ്റെ മക്കളും നേരിട്ട് ഒരുമിച്ച് കഴിയുന്ന ഈ പ്രദേശത്ത് 20 ദിവസമായി ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള വരുമാനദായകമായ സ്രോതസ്സുകളെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് വാഹനങ്ങൾ, ടാക്സി ഡ്രൈവർമാർക്ക്, കച്ചവടക്കാർക്ക്, മറ്റിതര തൊഴിലാളികൾക്ക്, തൊഴിലുറപ്പ് മേഖലയിലെ ആളുകൾക്ക് ഉൾപ്പെടെയുള്ള നിരവധി സോഴ്സുകളിൽ നിന്നുള്ള വരുമാനം പോലും നിലയ്ക്കുന്ന സാർവത്രികമായ ഒരു അരക്ഷിതാവസ്ഥ പോലും നിലനിൽക്കുന്നു എന്ന ആശങ്ക ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് വേണമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഇപ്പോൾ ഇത്രത്തോളം 30 അംഗ ടീമുകളായിട്ടൊക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതൊരു ഫലപ്രദമാണോ? ഏത് പ്രദേശത്തേക്ക് ഇപ്പോൾ പോയിട്ടുണ്ടാകുമെന്നാണ് നിങ്ങളൊക്കെ ഉള്ളൊരു വിലയിരുത്തൽ? ദിനേന 1 കിലോമീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസിലാണ് ഈ കടുവ ഇതുവരെ വിഹരിച്ചിരുന്നത്. അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലാണ് അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കേരളത്തിലെ വനംവകുപ്പ് വളരെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ കേരളത്തിലെ വനംവകുപ്പിന് ഇത്തരം കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് കുറവാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ കർണാടക ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, കർണാടകത്തിലെ ഫോറസ്റ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമാക്കി ജനങ്ങളിൽ നിൽക്കുന്ന ഭയാശങ്ക മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള ഈ കൂടുകളൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കണം. കാരണം ഇപ്പോൾ 5 സ്ഥലങ്ങളിലാണ് വെച്ചിട്ടുള്ളത്. അത് കൂടുതൽ വിപുലീകരിക്കണം. അതുപോലെ തന്നെ ഈ തിരച്ചിൽ സംഘത്തെ വിപുലീകരിക്കണം എന്നുള്ളതൊക്കെയാണ് നാട്ടുകാരുടെ ആവശ്യമുള്ളത്. ഈ ഒരു കടുവയുടെ ഒരു സഞ്ചാരപാത കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം പല ഭാഗങ്ങളിലായാണ് കാണുന്നത്. ഏകദേശം ഒരു നിഗമനത്തിൽ തിരച്ചിൽ നടത്താൻ പോലും സാധിക്കാത്ത വിധമുള്ള ഒരു അവസ്ഥ പൊതുവെ ഈ ഒരു പ്രദേശത്ത് നിൽക്കുന്നുണ്ട്. ആളുകൾ ഭീതിയിലാണ്. പക്ഷേ ഇന്നും ഈ 20ാമത്തെ ദിവസവും തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ശ്രീജ.